നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദന്തൽ ഇംപ്ലാന്റ് ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മാക്സിലോ ഫേഷ്യൽ സർജനായ ഡോക്ടർ ശ്യാം സുന്ദറാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഈ ദന്തൽ ഇംപ്ലാന്റ്സ് നമുക്കൊരു ദന്ത ചികിത്സയിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് തരത്തിൽ ദന്തൽ ഇംപ്ലാന്റിനെ കുറിച്ച്. അത്രയേറെ ദന്ത ചികിത്സയുമായിട്ട് ഇഴകി ചേർന്നൊരു കാര്യം തന്നെയാണ്. എപ്പോഴാണ് ഒരു ദന്തൽ ഇംപ്ലാന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്? നമുക്ക് സ്വാഭാവികമായ രീതിയിൽ പല്ല് നഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കേടുമൂലം നഷ്ടപ്പെടാം, മോണരോഗം മൂലം നഷ്ടപ്പെടാം, അതുപോലെ തന്നെ ആക്സിഡൻ്റ് കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. ഈ അവസരങ്ങളിൽ മുൻകാലങ്ങളിൽ നാം ചെയ്തിരുന്നത് എടുത്തു മാറ്റുന്ന രീതിയിലുള്ള പല്ലുകൾ വെക്കുകയും അതുപോലെ ബ്രിഡ്ജ് എന്ന രീതിയിലുള്ള പല്ല് വെച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പല്ല് പോലെ തന്നെ നമ്മൾ എല്ലിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു പ്രത്യേകതരം മെറ്റൽ ഉപയോഗിച്ച്, അതൊരു മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയമാണ്. ഒരു സാധാരണ മെറ്റലല്ല, മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയമാണത്. അത് ഉപയോഗിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുകയും അതിൻ്റെ മുകളിൽ പല്ല് ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിക്കുന്നത്. സാർ, പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാറുണ്ട്, എങ്ങനെയെങ്കിലും ഈ വേദന സഹിക്കാൻ വയ്യാതിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ പല്ലൊന്ന് റിമൂവ് ചെയ്ത് തരണം എന്നുള്ളത്. പലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറുമുണ്ട്. മിക്കവാറും സമയങ്ങളിൽ അതാണ് സംഭവിക്കുന്നത്. കാരണം ആ വേദനയുള്ള സമയത്ത് വേദന അത്രയും സഹിക്കാൻ വയ്യാത്ത അവസരത്തിൽ ഇതെങ്ങനെയും എടുത്തു കളഞ്ഞാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് രോഗി എത്തുകയും, എന്നാൽ അതിന് തക്ക ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ, റിലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പല്ല് എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവർക്കുണ്ടാവുന്നത്. എപ്പോഴും ഒരു പല്ല് ഏതെങ്കിലും രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സേവ് ചെയ്ത് നിർത്തുന്നത് തന്നെയാണോ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ചികിത്സ എന്ന്? തീർച്ചയായിട്ടും. വേദന തുടങ്ങി അതിന് വേണ്ട ചികിത്സ ചെയ്താൽ ആ പല്ല് നിലനിർത്താൻ സാധിക്കും. മിക്കവാറും ഒരു 90% പല്ലുകളും നമുക്ക് നിലനിർത്താൻ സാധിക്കും. അത് എടുത്തു കളഞ്ഞാൽ പിന്നെ ഒരു പല്ല് വെക്കുന്ന പ്രക്രിയയെക്കാളും കൂടുതൽ ആ പല്ല് നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. തീരെ ഒഴിവാക്കാൻ വയ്യാത്ത അവസരങ്ങളിൽ നാം പല്ലെടുക്കുകയാണെങ്കിൽ പിന്നെയുള്ള ഏറ്റവും ഉചിതമായ ചികിത്സ ഇംപ്ലാന്റ് ചികിത്സ തന്നെയാണ്. ഓക്കെ സാർ, എപ്പോഴൊക്കെയാണ് നമുക്കൊരു ഇംപ്ലാന്റ് വേണ്ടി വരുന്നത്? സാർ നേരത്തെ പറഞ്ഞു നാച്ചുറലായിട്ട് ഇപ്പോൾ പല്ല് പോകുന്നവരുണ്ട്, ഒരു 60 വയസ്സോ അല്ലെങ്കിൽ 55 വയസ്സോ 60 വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കഴിയുന്ന സമയത്തേക്ക് പല്ല് തനിയെ പൊഴിഞ്ഞു പോകുന്ന, ആടി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് പോലും നമുക്ക് ഇംപ്ലാന്റ് നമുക്ക് പോസിബിൾ ആകും? മോണരോഗം ഉള്ള സമയത്ത് പല്ല് എടുത്തു കഴിഞ്ഞാൽ ആ മോണരോഗം പൂർണ്ണമായി കൺട്രോൾ ചെയ്യാതെ ഇംപ്ലാന്റ് ചികിത്സ സാധ്യമല്ല. ആ പല്ലെടുത്ത അത്രയും ഭാഗത്തെ ഇൻഫെക്ഷൻ കുറച്ച ശേഷം വളരെ ഹെൽത്തിയായി ആ മാറിയ ശേഷം മാത്രമേ ഇംപ്ലാന്റ് ചികിത്സ സാധ്യമാവുകയുള്ളൂ. മോണരോഗം വന്ന പല്ല് എടുത്തു മാറ്റി ഉടനടി തന്നെ ഇംപ്ലാന്റ് ചികിത്സ അത്ര അഭികാമ്യമല്ല. അത് ചെയ്യാതിരിക്കുന്നതാണ് പരമാവധി നല്ലത്. ഇംപ്ലാന്റ് സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ്. ചില ആൾക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, പല്ല് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വേറൊരു പല്ല് ഒരു പല്ല് വയ്ക്കുന്നത് എന്ത് ആവശ്യത്തിനായിട്ടാണ്? ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഒരു പല്ല് പോയിട്ടുണ്ടാവും, ഒരു പക്ഷേ ആ ഭാഗം വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ഒരു പക്ഷേ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഒരു പല്ല് നമുക്ക് ഒഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മൂലമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു പുതിയ പല്ല് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? മുൻനിര പല്ലുകൾ നഷ്ടമായാൽ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യത്തെക്കുറിച്ച് ഞാൻ ഊന്നൽ നൽകേണ്ട ആവശ്യമില്ല. കാരണം ഒരു അപ്പിയറൻസിന് വേണ്ടി, അത് മുഖ ഭംഗിക്ക് വേണ്ടിയും അത് ആവശ്യമാണ്. പിൻനിര പല്ലുകളാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്, ഈ പല്ല് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും അത് പോയി. പക്ഷേ നമ്മൾ ചവച്ചരയ്ക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്ന്, പിന്നെ ഒരു 2 പല്ലിനിടയ്ക്കുള്ള ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ ഒന്നാമത്തെ അടുത്തുള്ള പല്ലുകൾ ആ ഏരിയയിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേൽപ്പല്ലുകളായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാനും അതൊന്ന്. പിന്നെ ഈ നഷ്ടപ്പെട്ട പല്ലിന് മുകളിലുള്ള പല്ല് ഈ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ഇറങ്ങി വരാനും, അങ്ങനെ പല്ലിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ബാലൻസ്, മേൽപ്പല്ലുകളും കീഴ്പ്പല്ലുകളും നമ്മളൊരു ബാലൻസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ പല്ല് ഉടനടി റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ, ഉടനടി പറ്റിയില്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സാർ നേരത്തെ പറഞ്ഞു ബ്രിഡ്ജിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ബ്രിഡ്ജിങ്ങിൽ നിന്ന് മാറി നമ്മൾ ഈ ഡെന്റൽ ഇംപ്ലാന്റ്സ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെ? ഈ ഒരു 10 വർഷം മുൻപ് വരെ വളരെ ഇപ്പോഴും ബ്രിഡ്ജ് വർക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. ബ്രിഡ്ജ് വർക്ക് തീർത്തും യൂസ്ഫുൾ അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇംപ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇംപ്ലാന്റ് നമുക്ക് ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ വയ്യാത്ത കണ്ടീഷൻസ് ഉണ്ടാകും. അത് മെഡിക്കലാകാം, അതുപോലെ ആവശ്യത്തിന് എല്ലില്ലാത്തുള്ള അവസ്ഥയാകാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോഴും ബ്രിഡ്ജ് വർക്ക് ആവശ്യമാണ്. അടുത്തുള്ള പല്ലുകളെ ചെറുതായി
കുറച്ച് ചെറുതാക്കിയ ശേഷം തമ്മിൽ കണക്ട് ചെയ്ത് ബ്രിഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷേ ഇംപ്ലാന്റ് ഒരു സാധ്യതയുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇംപ്ലാന്റ് തന്നെയാണ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് ബ്രിഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ ബ്രിഡ്ജിൽ നിന്ന് ഇംപ്ലാന്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ലഭിക്കുക? ഒന്ന്, പ്രൊസീജിയറിൻ്റെ ഒരു ലാളിത്യം. അടുത്തുള്ള പല്ലുകൾ ചെറുതാക്കണ്ട. ചില സമയത്ത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അടുത്തുള്ള പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഈ ഇംപ്ലാന്റ് ചികിത്സയിൽ അടുത്തുള്ള പല്ലുകളെ നമ്മൾ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നേരെ നമ്മൾ മോണ തുറന്ന് ചെറുതായി ഈ ഇംപ്ലാന്റ് നിക്ഷേപിക്കുകയും ഒരു 3 മാസം ശേഷം കീഴ്ത്താടിയിലും ഒരു 4 to 5 മാസം ശേഷം മേൽത്താടിയിലും നമ്മൾ അതിൻ്റെ മുകളിൽ ഒരിക്കലും ഇംപ്ലാന്റ് എല്ലായിട്ട് പൂർണ്ണമായി ബോണായിട്ട് പൂർണ്ണമായി കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിൽ പല്ല് വെച്ച് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പം അടുത്തുള്ള പല്ലുകൾ നഷ്ടമാവുന്നില്ല. അതുപോലെ നമ്മുടെ ആ മോണയുടെ ആ ഒരു ഭംഗി എല്ലാം വളരെ കണ്ടിന്യൂവിറ്റി എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇംപ്ലാന്റ് ചികിത്സയിലൂടെ. സർ, ഒരിക്കൽ ഈ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംപ്ലാന്റ് മൂലമുള്ള ബിൽഡ് ചെയ്ത ഒരു പല്ലാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിപ്പോൾ പല ആൾക്കാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൈപ്പ് പല്ലിൻ്റെ മുകളിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകാറുണ്ട്? പൂർണ്ണമായി ബോണോട് എല്ലിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ഇംപ്ലാന്റ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും സാധാരണ പല്ല് എങ്ങനെ ഉപയോഗിക്കാമോ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാലും നാച്ചുറലായ ഒരു പല്ലിനോട് ഉപമിക്കാൻ സാധിക്കില്ല. ചില ഘടനാ വ്യത്യാസങ്ങൾ ഇംപ്ലാന്റും നാച്ചുറൽ പല്ലും തമ്മിൽ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് 80% to 90% വരെ സാധാരണ പല്ലുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഇംപ്ലാന്റ് ചികിത്സ മുഖേന. ചില MRI സ്കാനുകൾ എടുക്കാൻ നേരത്ത് നമ്മുടെ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഇരുമ്പ് അല്ലെങ്കിൽ കമ്പി പോലെയുള്ള ഏതെങ്കിലും ശരീരത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇംപ്ലാന്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പല്ലിനകത്ത് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സ് നമ്മൾ ഭാവിയിൽ ഒരു MRI എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു CT സ്കാൻ എടുക്കുന്നതിനോ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തരത്തിലൊരു ഇംപ്ലാന്റ് ഇട്ടതുകൊണ്ട് ഉദ്ദേശിച്ചു? തീർച്ചയായിട്ടും ഇല്ല. ഡെന്റൽ ഇംപ്ലാന്റ് ചികിത്സ കൊണ്ട് നമ്മളിപ്പോൾ CT സ്കാനോ MRI എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതേവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും സാർ, ഒരു ഇംപ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പല്ല് നഷ്ടപ്പെട്ടു പോയി ഒരു ഡോക്ടർ ഇംപ്ലാന്റ് ആണ് നിർദ്ദേശിക്കപ്പെടുന്നത്? നമുക്കപ്പോൾ ഒരു ഇംപ്ലാന്റ് നിർദ്ദേശിക്കുമ്പോൾ എത്തരം ഇംപ്ലാന്റ് ആണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പല്ല് മാത്രം നഷ്ടപ്പെടുകയാണെങ്കിൽ സിംഗിൾ റൂട്ട് ഫോം ഇംപ്ലാന്റ് ഉണ്ട്. ആ ഒരു പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് നമ്മൾ ഇംപ്ലാന്റ് വെക്കുകയും അതിന് മുകളിൽ പല്ല് ഘടിപ്പിക്കുകയും ചെയ്യുന്നു. താങ്കൾ ചോദിച്ചത് ഏത് ടൈപ്പ് എന്നാണ്? ടൈപ്പ് നമ്മളിപ്പോൾ എല്ലാം റൂട്ട് ഫോം ഇംപ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പൊതുവെ പല്ലിൻ്റെ വേരോട് സാദൃശ്യമുള്ള പല സെൽഫ് ഡ്രില്ലിംഗ് ടൈപ്പ് ഉണ്ട്, പല രീതിയിലുള്ള ഇംപ്ലാന്റ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഓഷോ ഇൻ്റഗ്രേഷൻ നമ്മൾ മിനിമം പല്ലിനോട് യോജിക്കുന്ന രീതിയിലുള്ള ടൈറ്റാനിയം കൊണ്ടുണ്ടാക്കിയ ഏത് ഇംപ്ലാന്റും അനുയോജ്യമാണ്. അത് പല വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ പല കമ്പനിയുണ്ട്, പല വെറൈറ്റി ഉണ്ട്. പക്ഷേ എല്ലിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഏത് ഇംപ്ലാന്റും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു 1 day ചികിത്സ പോലെ അല്ലെങ്കിൽ ഒരു OP പ്രൊസീജിയർ പോലെ തന്നെ ചെയ്യാവുന്നതാണോ? അത് റിപ്പീറ്റഡ് സിറ്റിങ്സ് ഒക്കെ വേണ്ടി വരുന്നതാണോ? ഈവൻ ഒരിക്കൽ ഇംപ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും മാസത്തിലൊരിക്കലോ ഒക്കെ റിവ്യൂ വേണ്ടി വരുന്ന ഒരു ചികിത്സയാണ്? ഇംപ്ലാന്റ് ചികിത്സയുടെ പുറകിൽ ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്. എന്നിരുന്നാലും പ്രൊസീജിയർ ആസ് സച്ച് ഇപ്പോൾ നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത് ഒരു പല്ലെടുക്കുന്ന അത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ലാത്തൊരു പ്രക്രിയയാണ്. ഒരിക്കൽ ഇംപ്ലാന്റ് വെച്ച ശേഷം ചില അവസരങ്ങളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ മുകളിൽ പല്ല് ഘടിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് മുൻനിര പല്ലുകൾ, ബൈറ്റ് ഇല്ലാത്ത മുൻനിര പല്ലുകൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പല്ല് വെച്ച് കൊടുക്കാറുണ്ട്. ചില അവസരങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കീഴ്ത്താടിക്ക് ഒരു 3 മാസം ശേഷം അതിൻ്റെ മുകളിൽ പല്ല് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായി എല്ലിനോട് യോജിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഇംപ്ലാന്റിന് ഉറപ്പ് കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും പിന്നെ പീരിയോഡിക്കായിട്ടൊരു പല്ല് ഇംപ്ലാന്റ് ഫുൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം തൊട്ട് 1 വർഷത്തിനുള്ളിൽ ഇടയ്ക്കിടയ്ക്കൊരു ചെക്കപ്പ് വളരെ നല്ലതാണ്. കാരണം മോണരോഗം പോലെ തന്നെ ഇംപ്ലാന്റിന് ചുറ്റും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഓറൽ ഹൈജീൻ അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഒരു ഡോക്ടറോട് കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഈ ഇംപ്ലാന്റിന് ചുറ്റും അഴുക്ക് പറ്റിപ്പിടിക്കുന്നുണ്ടോ, അതുമൂലം മോണ ഇറങ്ങി പോകുന്നുണ്ടോ എന്നെല്ലാം ഒരു വർഷാവർഷം ഒരു ചെക്കപ്പ് ആവശ്യമാണ്. അതിനപ്പുറമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദന്തൽ ഇംപ്ലാന്റ് ചികിത്സയെക്കുറിച്ചാണ്. കാക്കനാടിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ മാക്സിലോ ഫേഷ്യൽ സർജനായ ഡോക്ടർ ശ്യാം സുന്ദറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ ദന്തൽ ഇംപ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും മെഡിക്കൽ പ്രോബ്ലംസ്, ഉദാഹരണത്തിന്
കാർഡിയാക് ഡിസീസുകൾ, വാൽവ് പ്രോബ്ലം ഉള്ളവർക്ക്, അതുപോലെ ബ്ലഡിൻ്റെ ലുക്കീമിയ പോലുള്ള ടെർമിനലായിട്ടുള്ള ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, കഴുത്തിന് ഹെഡ് ആൻഡ് നെക്ക് റീജിയണിൽ ക്യാൻസർ വന്ന് റേഡിയേഷൻ തെറാപ്പി, സിവിയർ ആയിട്ടുള്ള റേഡിയേഷൻ കഴിഞ്ഞവർക്ക്, ഇങ്ങനെയുള്ള അതുപോലെ ഒരുപാട് എല്ലിൻ്റെ അസുഖങ്ങൾ, ഓസ്റ്റിയോമലേഷ്യ, പേജറ്റ്സ് ഡിസീസ് മുതലായ കണ്ടീഷൻ, ഇങ്ങനെയുള്ളവർക്ക് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇതൊരു അബ്സല്യൂട്ടായിട്ട് ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇംപ്ലാന്റ് ചികിത്സ നൽകാറേ ഇല്ല. വളരെ റെയറായിട്ട് നൽകാറേ തന്നെയില്ലെന്ന് പറയാം. ചില കണ്ടീഷനുകൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ് മെല്ലിറ്റസ്, ഡയബറ്റീസ് ഉള്ളവർക്ക്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡയബറ്റീസ്, ഇൻസുലിൻ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ സാധാരണ ചികിത്സ അഡ്വൈസ് ചെയ്യാറില്ല. ലോങ് ടേം കൺട്രോൾ ഉള്ളവർക്കാണെങ്കിൽ ഒരു പരിധി വരെ നാം ഇത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ലാക്ടേറ്റിംഗ് മദേഴ്സിന്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതുപോലെ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ വളരെ അതിൽ റേഡിയേഷൻ കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൊടുത്തേക്കും. ഇമ്മീഡിയറ്റായിട്ട് വളരെ ആലോചിച്ച് മാത്രം ഇംപ്ലാന്റ് ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ പല്ല് രണ്ടാമത് വന്ന പല്ല്, അതായത് പാൽപ്പല്ല് മാറി രണ്ടാമത് വന്ന പല്ല് ഒരു ആക്സിഡൻറ്റ് മൂലമൊക്കെ ഒരിക്കൽ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊഴിഞ്ഞു പോവുകയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നമുക്കൊരു ഇംപ്ലാന്റ് ചികിത്സ സാധ്യമാണോ? ഒരു ഇംപ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യുക? ഉദാഹരണത്തിന് 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് മൂലം പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ഒരു ഇംപ്ലാന്റ് കൊടുക്കണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. അതിന് പകരം താൽക്കാലികമായി ഒരു പല്ല് വെക്കുകയും ഒരിക്കൽ പൂർണ്ണ വളർച്ചയായ ശേഷം ഒരു 18 വയസ്സോ അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഒരു 20 വയസ്സ് ശേഷമോ പൂർണ്ണമായി മുഖത്തിലെ അസ്ഥികളെല്ലാം പൂർണ്ണമായി രൂപപ്പെട്ട ശേഷം ഇംപ്ലാന്റ് ചികിത്സ കൊടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇമ്മീഡിയറ്റായിട്ടൊരു വളരെ യങ്സ്റ്റ് ഏജിൽ കൊടുക്കുന്നതിനേക്കാളും മുഖത്തിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ശേഷം മാത്രം ഇംപ്ലാന്റ് ചികിത്സ നൽകുന്നതാണ് അഭികാമ്യം. ഇതിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമോ? ഒരിക്കൽ ഓഷ്യോ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണായിട്ട് വളരെ ചേർന്ന് കഴിഞ്ഞാൽ ഇംപ്ലാന്റിൻ്റെ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലിനടിയിലിരിക്കുന്ന ഭാഗം ദാറ്റ് ഈസ് ലൈഫ് ടൈം ഇരിക്കുന്നതാണ്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലുള്ള നമ്മൾ ക്രൗൺ എന്ന് പറയുന്ന പല്ലിൻ്റെ ഭാഗം, നമ്മൾ കൊടുക്കുന്ന പല്ലിൻ്റെ ഭാഗം, അത് പലപ്പോഴും ചെറിയ ചിപ്പിങ്ങോ ഉണ്ടാവാൻ, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി പുതിയൊരു ക്രൗൺ ഒരു 10-15 വർഷം ശേഷം പുതിയൊരു ക്രൗൺ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ല ഇനം സെറാമിക് പല്ലുകളാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഇതുപോലെ വീണ്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാം, ഇംപ്ലാന്റ് ഉണ്ടായ ശേഷം എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഉണ്ടാവാം, ഒരു ചിപ്പിംഗ് ഉണ്ടാവാം, പല രീതിയിലും നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും. ഒരിക്കൽ ഇംപ്ലാന്റ് നന്നായി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ബോണോട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതൊരു ലൈഫ് ടൈം തന്നെ ആയിരിക്കും ഇംപ്ലാന്റിൻ്റെ. പ്രായമായവരിൽ നമുക്ക് ഇംപ്ലാന്റ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കും? ഒരുപാട് ആൾക്കാരുണ്ട് പല്ല് മുഴുവൻ പൊഴിഞ്ഞു പോയവർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രായം ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് ഒരു തടസ്സമല്ല. എന്നിരുന്നാലും ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങൾ ഒരുപാട് ഒരു പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം, എല്ലാം അനവധി അസുഖങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ പരമാവധി റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നിരുന്നാലും പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ ഒരു 10, 80, 85 വയസ്സ് വരെ, എൻ്റെ വ്യക്തിപരമായ രീതിയിലാണ് ഒരു 80, 82 വയസ്സ് വരെ ഞാൻ ഇംപ്ലാന്റ് ചികിത്സ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ പൂർണ്ണമായി പല്ല് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ പലപ്പോഴും ഈ സെറ്റ് പല്ലുകൾ കാണാറുണ്ട്. മിക്കവരുടെയും ഒരു പരാതി എന്നാൽ ഇത് ഉറച്ചിരിക്കുന്നില്ല, പലപ്പോഴും തെറിച്ച് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഡെഞ്ചർ എന്ന് പറയുന്ന ഒരു പുതിയ തരം ചികിത്സാ രീതിയുണ്ട്. നമ്മൾ ഇംപ്ലാന്റിലേക്ക് ഈ ഡെഞ്ചർ ഉണ്ടാക്കിയിട്ട് ഇത് ഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഫിക്സഡ് പല്ല് പോലെ തന്നെ വളരെ അനായാസം ഇവർക്ക്, പ്രായമായവർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് മുകളിലായി ഹൈബ്രിഡ് ഡെഞ്ചർ എന്ന് പറഞ്ഞ, ആദ്യം പറഞ്ഞ ചികിത്സ ഇംപ്ലാന്റ് ഫിക്സ്ഡ് ആണെങ്കിലും രോഗിക്ക് അത് ഊരി മാറ്റാനും തിരിച്ചു വെക്കാനും സാധിക്കും. ഹൈബ്രിഡ് ഡെഞ്ചർ എന്നാൽ അത് ഫിക്സ് ചെയ്ത ഡോക്ടർക്ക് മാത്രമേ അത് ടൈറ്റ് ചെയ്യാനും ലൂസാക്കാനും പ്രോബ്ലി ഒരു 2-3 വർഷം ശേഷം ഒരിക്കൽ വേണമെങ്കിൽ അത് അഴിച്ച് സർവീസ് ചെയ്യാനും തിരിച്ച് ഫിക്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇംപ്ലാന്റ് രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ മാറ്റം ഈ പ്രായമായവരിലുള്ള ഈ ഇളകുന്ന സെറ്റ് പല്ലുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇംപ്ലാന്റിനോട് ഘടിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇപ്പോൾ പ്രായം ഒരു പ്രശ്നമേ അല്ല ഇംപ്ലാന്റ് ചികിത്സയിൽ. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു 20 വയസ്സ്, അതായത് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം മാത്രമേ ഇംപ്ലാന്റിലേക്ക് വരാറുള്ളൂ. നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ മൾട്ടിപ്പിൾ പല്ലുകൾ പോയവർക്ക് ഇംപ്ലാന്റ് നമുക്ക് വയ്ക്കാൻ സാധിക്കുമോ? എത്ര ഇംപ്ലാന്റ് ആണ് നമുക്ക് പോസിബിൾ? അങ്ങനെ ഏതെങ്കിലും രീതിയിലുണ്ടോ? ഇംപ്ലാന്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഇംപ്ലാന്റ് വെക്കാമെന്ന് അങ്ങനെയില്ല. നമ്മുടെ എല്ലിൻ്റെ അവൈലബിലിറ്റി
നമ്മളിപ്പോൾ കീഴ്ത്താടിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ താഴെ ഒരു നെർവ് പാസ് ചെയ്യുന്നുണ്ട്. അതിനോട് അഡിക്വേറ്റ് ആയിട്ടൊരു തിക്നെസ് ഓഫ് ബോൺ നമ്മൾക്ക് ആവശ്യമാണ്. അത്രയും ആവശ്യമുള്ള ബോൺ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ കീഴ്ത്താടിയിൽ ഒരു 16 പല്ലുണ്ടെന്ന് കൂട്ടിക്കോളൂ. സാധാരണ രീതിയിൽ കീഴ്ത്താടിയിൽ ഒരു 14 പല്ല് വരെ നമ്മൾ പൂർണ്ണമായും പല്ല് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 14 പല്ല് വരെ ഇംപ്ലാന്റ് വരെ വെക്കാം. നമ്മളൊരു 10 11 ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് ഇംപ്ലാന്റിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ഇംപ്ലാന്റിന്റെ കെയർ എത്രത്തോളം എടുക്കണം? ഒരിക്കലും നമുക്കറിയാം, ഏതൊരു നമ്മൾ എക്സ്റ്റേണൽ സാധനം വെച്ച് കഴിഞ്ഞാൽ കൂടിയും അതൊരു കെയർ എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് വീട്ടിൽ പോയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല ആൾക്കാരും പല ഡോക്ടർമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർ 2 നേരം കുളിക്കുന്ന ആൾക്കാരാണ്, ഒരു വസ്ത്രം ഈവൻ 2 നേരം മാറും, പക്ഷേ വായുടെ ആരോഗ്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നിലേക്കാണ് എന്നുള്ളത്. അങ്ങനെ പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശരിയായ രീതികളുണ്ട്. പലപ്പോഴും 2 നേരം 3 നേരം പല്ല് തേക്കുന്നവർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ശരിയായ രീതിയിൽ ഈ ക്ലീനിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് മുഖ്യമായ പ്രശ്നം. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ എങ്ങനെ പല്ലുകൾ സംരക്ഷിക്കുന്നു അതേപോലെ തന്നെ ഇംപ്ലാന്റ് സംരക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റ് പോകുകയില്ല എന്നല്ല. നമ്മുടെ സ്വന്തം പല്ലുകൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ കെയർ ഇംപ്ലാന്റിനും കൊടുക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഡെൻ്റൽ ഫ്ലോസുകൾ നമ്മൾ ഒരുപാട് മലയാളികൾ അധികം ഉപയോഗിക്കാത്തൊരു ഒരു ക്ലീനിങ് ഉപാധിയാണ് ഡെൻ്റൽ ഫ്ലോസ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നൊരു തോന്നലാണ്. ഇപ്പോൾ ഒരു പരിധിവരെ പുതിയ ജനറേഷൻ ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിക്കുന്നതിൽ തൽപരരാണ്. അത് ഇനീഷ്യലി അത് യൂസ് ചെയ്യാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള മോണരോഗങ്ങളും കേടുകളെല്ലാം ഈ ഡെൻ്റൽ ഫ്ലോസിലൂടെ മാറ്റാവുന്നതാണ്. സർ, ഈ ദന്തൽ ഇംപ്ലാന്റ് ചികിത്സയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുവനായിട്ട് പല്ലില്ലാത്തവർക്കുള്ള ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പല്ലില്ലാത്തവർക്ക് ഫുൾ മൗത്ത് എല്ലാ ഇംപ്ലാന്റ് വെച്ച് നമ്മൾ യോജിപ്പിച്ച് പുതിയ ഡെഞ്ചർ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും പുതിയ രീതിയിലുള്ള ചികിത്സ. അതിൽ തന്നെ നമ്മൾ വളരെ കുറച്ച് ഇംപ്ലാന്റുകൾ മാത്രം യൂസ് ചെയ്ത്, ഉദാഹരണത്തിന് മേൽത്താടിയിൽ 2 ഇംപ്ലാന്റ് മാത്രം പ്ലേസ് ചെയ്ത് അതിൽ പൂർണ്ണമായി നമ്മുടെ സെറ്റ് ഉറപ്പിക്കുന്ന സൈഗോമ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. അതുപോലെ ഒരുപാട് ഇംപ്ലാന്റ്സ് വെക്കുന്നതിനേക്കാളും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഉദാഹരണത്തിന് മേൽത്താടിയിൽ സൈനസ് ഉള്ള പോലുള്ള സംഭവങ്ങളുള്ളപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇംപ്ലാന്റ് വെക്കാൻ വേണ്ടി പുതിയ ഓൾ ഓൺ 4 എന്ന് പറഞ്ഞ ഇംപ്ലാന്റ് ചികിത്സാ രീതിയുണ്ട്. വെറും 4 ഇംപ്ലാന്റിൽ പല്ല് സെറ്റ് ഉറപ്പിക്കുന്ന രീതിയുണ്ട്. പിന്നെ ഓൾ ഓൺ 6 എന്ന് പറഞ്ഞ 6 ഇംപ്ലാന്റിൽ മാത്രം പല്ല് സെറ്റ് ഉറപ്പിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ ഈ പൂർണ്ണമായി പല്ലില്ലാത്തവർക്കും അതുപോലെ വളരെ കുറച്ച് പല്ലുകൾ മാത്രമുള്ളവർക്കും അവരെ പൂർണ്ണാവസ്ഥയിലേക്ക് ഏകദേശം ഒരു 24 26 പല്ലുകൾ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്ന രീതിയിലുള്ള റാഡിക്കലായിട്ടുള്ള ഇംപ്ലാന്റ് ചികിത്സയാണ്. മുൻകാലങ്ങളിൽ 1-2 പല്ലുകൾ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ 2-3 ഇംപ്ലാന്റ്. എന്നാൽ ആ അവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മുഴുവൻ പല്ലുകൾ പോയാൽ പോലും ഇംപ്ലാന്റ് ചികിത്സ കൊണ്ട് അത് അവരെ ഏതൊരു ചികിത്സ എടുക്കുമ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ദന്തൽ ഇംപ്ലാന്റിൻ്റെ കാര്യത്തിൽ എപ്രകാരമാണ്? വളരെ സ്റ്റെറൈലായൊരു സംവിധാനത്തിൽ വേണം നമ്മൾ എപ്പോഴും ഇംപ്ലാന്റ് ചികിത്സ ചെയ്യാൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ഇംപ്ലാന്റിനെ പോലെയും ഇംപ്ലാന്റ് ചികിത്സയെ പോലെ വളരെ സ്റ്റെറൈൽ ഒരു എൻവയോൺമെൻറ്റ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ്, അതുപോലെ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഇംപ്ലാന്റ്, ഇതേപോലെ തന്നെ വളരെ അണുവിമുക്തമായ ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഇംപ്ലാന്റ് ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഇംപ്ലാന്റ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഓക്കെ സാർ, സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസം. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.